അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, അബ്ദുൽ മജീദ് MP, ശിഹാബ് ചോലക്കൽ, മുഹസിൻ ഫൈസി, റസിയ റസി, സ്നേഹം മദീനയോട്, മുഹമ്മദ് ഉവൈസ് യമാനി. ഷാക്കിർ ഫൈസി വലൈക്കും സലാം. അസ്മാ സുൽഫി, ഷാൻ റഹ്മാൻ, റിയാസ് LK, ഹാജറ PT. കുറേ കാണാതെ പോയിട്ടുണ്ട്. ഹാരിസ് MP വലൈക്കും സ്ലാം. മൊയ്തു KK വലൈക്കും സ്ലാം. മഗ്ഫിറത്ത് അക്ബർ ഇൻഷാ അല്ലാ. സക്കരിയ നിദാൽ ജനാത്ത് അലൈനിൽ നിന്ന് മാഷാ അല്ലാ. സുബൈർ പുളിക്കത്തരിമ്പ്ര. ഷാക്കിർ ഫൈസിയിലെ മറ്റേ ശബ്ദം ഒക്കെ ആണല്ലോ അല്ലേ? എത്ര ആളായി ലൈവിലൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. മുഹമ്മദ് ഫാറൂഖ് ഫൈസി, സുഖമാണ് ഫൈസി ഉസ്താദെ. RC മുഹമ്മദ് കുട്ടി, സഫു ഷഹനാസ്, അല്ലാഹു ഖൈറാക്കട്ടെ. എലമ്പലാശ്ശേരി തങ്ങളാണത്. നൂറാളായ ഒന്ന് മെൻഷൻ ചെയ്യണേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആന്തോ ചാത്തോത്ത് പേരോട്.
വൈകിപ്പോയല്ലോ ചീഫ് അഡ്മിനെ. ഇസ്മായിലൊക്കെ, മുനീർ, ഷാജഹാൻ തള്ളച്ചിറ, നിഷു ഹംസ, ഷമീർ ഹുസൈൻ, അബ്ദുൽ മജീദ് MP, കുഞ്ഞബ്ദുള്ള നായർ. ഇന്ന് വല്യമ്മയുടെ ആണ്ട് ദിനമാണ്. അള്ളാഹു അവർക്ക് മൗഫറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അലി പറമ്പിൽ, ഷിഹാബ് ചോലക്കൽ, CA കബീർ മുസ്ലിയാർ മൂളപ്പുറം അലൈക്കും സ്ലാം, അബ്ദുൽ ജബ്ബാർ അലൈക്കും സ്ലാം. അന്ത് പറയുന്ന മാതിരി വന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ ആളുകൾ പെട്ടെന്ന് എത്തും, നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും. ഉദൈഫ കുപ്പാടിത്തറ, അസ്മ സുൽഫി 59 ഷഹീർ മണലടി. അഡ്മിന്മാരൊക്കെ വൈകിട്ട് വരുന്നു. മുഹാജിറ, മുനീർ, നൂറാളുകളായോ? റിയാസ് പുതിയ പുരയിൽ, ഷഫീഖ് അലി M, കമറുൽ ഇസ്ലാം ഫൈസി, ഹാഫിൽ ഷിബിലി മണ്ണാർക്കാട്, ഷാഫി വാഴക്കാട്, സിയ VP, അബൂബക്കർ സിദ്ദീഖ് ബിൻ യൂസുഫ്, അബ്ദുറഹീം ദേശമംഗലം, വഹാബ് വല്ലേരി. എല്ലാവർക്കും അലൈഹിസ്സലാം. ഷമീർ വയനാട്, സക്കരിയ നിഹാൽ, സക്കറിയ നിദാൽ ചേനാത്ത് 88 സിദ്ദീഖ് കരിപ്പൂർ, അഷ്റഫ് AR നഗർ. റഹീമെ ഗൾഫിലല്ലേ? അവിടെ തറാവീൻ്റെ സമയമല്ലേ? ലൈവിൽ വന്നിരിക്കുകയാണല്ലേ? റിയാസ് PC വയനാട്, നവാസ് വലൈക്കും അസ്സലാം, ഷമീർ ഹുസൈൻ. കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈവ് കാണുന്നില്ലേ? ഷഹീർ മണലടി 87, സുബൈറിയം വലൈക്കും സ്സലാം, PK അബ്ദുള്ള വലൈക്കും സ്സലാം, ഉദൈഫ കുപ്പാടിത്തറ. തറാവി കഴിഞ്ഞു. അക്ബർ കരുവാട്ടിൽ ഇൻഷാ അല്ലാ, ജാഫർ റോഡക്കൽ, കമാൽ പല്ലാർ വലൈക്കും സ്സലാം, ആസിയ മമ്മൂട്ടി. എൻ്റെ ഉമ്മ സുഖമില്ലാതെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിൻ്റെ ജബലുൻ നൂറിനെ കുറിച്ച് പോസ്റ്റ് വായിച്ചു, കണ്ണ് നിറഞ്ഞു വല്ലാത്തനും. ഹാരിസ് MP. ഇന്ന് ജബലുൻ നൂറിനെ കുറിച്ച് പറയും. ബിമാ റാഫി, ഇക്ബാൽ തൊട്ടിമ്മൽ, ലുബാബ അസീസ്. നാളെ മക്കളുടെ പൊതുപരീക്ഷ. അള്ളാഹ് നമ്മളുടെ മക്കളെയൊക്കെ പരീക്ഷകൾ വിജയിപ്പിക്കട്ടെ. അഹമ്മദ് കബീർ വലൈക്കും അസ്സലാം, അബ്ദുറഹ്മാൻ പട്ടാമ്പി, അസ്ന ആസിഫ്, മഫറത്ത്, വഹാബ് വല്ലേരി, സൗദി മദീന. തറാവി കഴിഞ്ഞോ? നൂറാളുകളായ പറയണേ, പിന്നെ നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട. കുറച്ചുകൂടി ഹൈറ്റിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയാണ് നല്ലതല്ലേ? ഓക്കെ. ഹൈറ്റിൽ വെച്ച് നോട്ടെ. والبرهان حفل الدين والقرآن ما شاء الله كان.
കുട്ടികളുടെ പൊതുപരീക്ഷ അള്ളാഹു വിജയിപ്പിക്കട്ടെ എല്ലാവരുടെയും. 100 ആളുകളായ പറയൂട്ടോ. എനിക്ക് നമ്പർ കാണാൻ പറ്റുന്നില്ല. അന്തു ചന്തോ 102. മാഷാ അല്ലാ. ഹബീബിങ്ങളെ, മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 422ാമത്തെ എപ്പിസോഡാണെന്ന്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഖദീജ ബീവിയെ കുറിച്ച് മുമ്പ് നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ റമദാൻ 10-നായിരുന്നു അവരുടെ വഫാത്ത് ദിനം. അന്ന് എന്തുട്ടാ പറയുക, അന്ന് നമുക്ക് ലൈവിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഖദീജ ബീവി എന്ന് പറഞ്ഞൊരു ബർക്കത്തെടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഖദീജ ബീവിയെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞതിൽ നിന്ന് അല്പവും കണക്ഷൻ പോയി എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ ആയോ? കേൾക്കാമോ? ഇവിടെ കണക്ഷൻ ലോ എന്ന് കാണിച്ചു, പോയോന്നറിയില്ല. സുബൈദ അബൂബക്കർ, നമ്മുടെ വാട്ടർ സപ്ലൈ ഉമ്മ വന്നിട്ടുണ്ടല്ലോ. അബ്ദുൽ ഖബീർ ബി എ തൃശ്ശൂർ, വലൈക്കും അസ്സലാം. റെഡിയായോ? ഓക്കെ. അപ്പം അവിടെ പറഞ്ഞതിൽ നിന്ന് അല്പം പറയും, ചിലപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കേൾക്കാത്ത പറയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദമ്യമായ പ്രണയമായിരുന്നു, വല്ലാത്ത ഇഷ്കായിരുന്നു. 2 ഉദാഹരണം പറയാം. ഒന്ന്, ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈസ് എ സിംബൽ ഓഫ് ലവ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. ഈ സന്തോഷത്തിൻ്റെ അടയാളമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ഗിഫ്റ്റ് ലഭിച്ചാലും അപ്പോൾ അവരുടെ പത്നിമാർക്ക് കൊടുക്കാറുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം, മരിച്ചാൽ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, പക്ഷെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ ഗിഫ്റ്റ് ആരെങ്കിലും കൊണ്ടു തരികയാണെങ്കിൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകൾ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അതിലിടയിലൊന്ന് പറയട്ടെ, ഈ റമദാനിൽ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നു. നമ്മുടെ ചീഫ് അഡ്മിന് എൻ്റെ അഡ്രസ്സ് ചോദിച്ചു ഇവിടുത്തെ. ഞാൻ ആർക്കാണ് എന്തിനാണെന്ന് ചോദിക്കാതെ കൊടുത്തു. അപ്പോൾ ഒരു ഗിഫ്റ്റ് വന്നു, ഈത്തപ്പഴം, പിന്നെ കുറേ നട്ട്സൊക്കെ ആയിരുന്നു. ഞാനതിന് റിപ്ലൈ ഒന്നും ചെയ്തില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് അന്തുവിനോട് ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ച ആളെ മനസ്സിലായി, പക്ഷെ ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അയച്ചു തന്ന ആൾ എന്നോട് പറയുകയോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാനാണെങ്കിൽ അതിനൊരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയെന്ന് അയച്ചു തന്ന റംഷാദ് കണ്ണൂർ, അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും ഇന്ന് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനത്തിൻ്റെ അടയാളമാണല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അതേപോലെ തന്നെ അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ഗിഫ്റ്റ് ലഭിച്ചാലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ടവർക്ക് അത് കൊടുത്തയക്കുമായിരുന്നു. അതായത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക്, ആ പ്രായമുള്ള ആളുകൾക്ക് കൊടുത്തയക്കുമായിരുന്നു. അറുപത്തിയഞ്ച് വയസ്സാണ് ഖദീജ ബീവി മരിക്കുമ്പോൾ എന്ന് ഓർക്കണം. അപ്പോൾ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾ എന്ന് പറയുന്നത് വൃദ്ധകളായ ആളുകളായിരിക്കും. അബ്ദുൽ കബീർ സാഹിബ് പറയുന്നത് നമ്മുടെ പൊതു സ്വഭാവം അതാണല്ലോ, റിപ്ലൈ തരില്ലല്ലോ എന്ന്. അത് നിങ്ങളൊരു ഗിഫ്റ്റ് അയച്ചു നോക്കി, എന്നിട്ട് ഞാൻ റിപ്ലൈ തരണ്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഗിഫ്റ്റ് കൊടുന്നാൽ ഉടനെ അവർ പറയും, മുത്തുനബി പറയും, ഇദ്ഹബൂ ബിഹാ ഇലാ ബൈത്തി ഫുലാന,
ഇടയ്ക്ക് ഷോ കണക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ, അല്ല സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുമായി ഇന്ന ആളുടെ അടുത്തേക്ക് പോകണം, ഖദീജ ബീവിയുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകണം. ഫഇന്നഹാ കാനത്ത് സ്വദീഖത്തുൻ ഫഇന്നഹാ കാനത്ത് സ്വദീഖത്തൻ ലി ഖദീജ. അവർ ഖദീജ ബീവിയുടെ കൂട്ടുകാരിയാണ്. ഇന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ. ഖദീജ ബീവിയുടെ കൂട്ടുകാരി, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരിയും ബീവിയെ ഇഷ്ടപ്പെട്ടവരുമായിരുന്നു. കബീർക്ക് അവിടെ വെച്ചിട്ട് കാര്യമില്ല, കൊടുത്തേക്ക്. റമദാനിലൊരു വരവുണ്ടല്ലോ, വരൂ. അപ്പോൾ ഖദീജ ബീവിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു കൂട്ടുകാരികൾ. അതുകൊണ്ടാണ് അവർക്ക് ആ ഗിഫ്റ്റ് കൊടുത്തയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ ആടിനെ അറുത്താൽ ഇത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കണമേ എന്ന് മുസ്തഫ നബി പറയും. അപ്പോൾ ആയിഷ ബീവി ഒരു ദിവസം ചോദിച്ചു, എന്താണ് നിങ്ങൾ എപ്പോഴാണ് ആടിനെ അറുത്താലും ഇത് ഖദീജ ബീവിയുടെ കൂട്ടുകാരിക്ക് കൊടുത്തയക്കണം? കണ്ടോ, അവിടെ ഒരു ഫീമെയിൽ സൈക്കോളജി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സ്ത്രീകളൊന്നും ദേഷ്യപ്പെടണ്ട. സ്ത്രീകൾക്ക് പൊതുവെ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടേത് മാത്രമായിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടാവും, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ. അപ്പോൾ ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു ചെറിയ കെറു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ മുസ്തഫായ നബി പറയുന്ന മറുപടി, ഇന്നി ലഉഹിബ്ബു ഹബീബഹാ, ഇന്നി ലഉഹിബ്ബു ഹബീബഹാ, ഇന്നി ലഉഹിബ്ബു ഹബീബഹാ. പൊസസീവ്നെസ്, ആ വാക്ക് നിങ്ങൾ ഹൃദയത്തിൽ എഴുതി വെക്കണം. ഇന്നി ലഉഹിബ്ബു ഹബീബഹാ, നിശ്ചയം ഖദീജ ബീവിയെ സ്നേഹിച്ചവരെ ഞാനും സ്നേഹിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയെ ആരിഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം ഓട്ടോമാറ്റിക്കലി അവരുടെ അടുത്തേക്ക് ഉണ്ടാവും. ഷെരീഫ് ഖാൻ മന്നാനി ഉസ്താദ് പ്രഭാഷകനാണ്, മാഷാ അല്ലാഹ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾ ഇതൊരു ദിവസം ലൈവിൽ പറഞ്ഞപ്പോൾ ഖദീജ ബീവിയുടെ ആണ്ട് ദിനത്തിൽ ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അതന്ന് സ്വീകരിച്ചു. ഇക്കൊല്ലം അങ്ങനെ പറയാൻ പറ്റിയില്ല. ഇർഷാദ് അഷറഫി നാളെ പ്രോഗ്രാമിന് ഖത്തറിൽ പോവുകയാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ഖൈറായി പ്രഭാഷണം നടത്താൻ ദഅവത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഹബീബിങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് സ്നേഹിക്കാം, അല്ലേ? അങ്ങോട്ട് സ്നേഹിക്കാൻ വലിയ പണിയൊന്നുമില്ല, ആരെയും സ്നേഹിക്കാം. പക്ഷേ ആ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. പേഴ്സണലി ഒരു ഉമ്മത്ത് എന്ന നിലക്ക് എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പേഴ്സണലി നമ്മളെ വ്യക്തിപരമായി റസൂലുള്ളാഹി സ്നേഹിക്കാനുള്ള ഒരു കാരണമാണ് പറയുന്നത്. ഖദീജ ബീവിയോട് നിങ്ങൾ സ്നേഹം കാണിച്ചാൽ മതി. ഇന്നി ലഉഹിബ്ബു ഹബീബഹാ, ഞാൻ ഖദീജയെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത റമദാൻ 10 ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഒരാടിനെ അറുത്തിട്ട് വിതരണം ചെയ്തോളൂ. അതിപ്പോൾ ഈ റമദാനിലും ചെയ്യുകയൊക്കെ ചെയ്യാനും സമയമുണ്ട്. ഇനി കേട്ടോളൂ കേട്ടോ. ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, അവിടെ കേട്ടവരൊന്ന് ക്ഷമിച്ചേക്കൂ. ആ ഗ്രൂപ്പിലില്ലാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖദീജ ബീവിയോട് അസൂയ എനിക്ക് തോന്നിയിരുന്നു, കൊച്ചു കെറിവ് തോന്നിയിരുന്നു, ഒരു ചെറിയ കുശുമ്പ് തോന്നിയിരുന്നു. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനായതുകൊണ്ട്. നിങ്ങൾ ചിന്തിക്കണം, അസൂയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ നന്മ നശിക്കാൻ ആഗ്രഹിക്കലാണ്. പക്ഷെ ഈ അസൂയ എന്ന് പറയുന്നത് ഖദീജ ബീവിയുടെ ഏതെങ്കിലും നന്മ നശിക്കാൻ
ആയിഷ ബീവിയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു വിചാരമില്ലെന്ന് നിങ്ങൾ അറിയണം. അതേസമയം ഒരു ചെറിയ കുശുമ്പ് തോന്നിയിരുന്നു. നമ്മളൊരാളുടെയും നന്മ നശിക്കാൻ ആഗ്രഹിക്കരുത്. പേഴ്സണലി ഇങ്ങനെ പരസ്യമായി പറയേണ്ട കാര്യമില്ലെന്നാലും ഞാൻ പറയുകയാണ്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇപ്പോൾ ഓരോരുത്തരുടെയും പ്രൊഫഷനിലുള്ളവരോടല്ലേ നമുക്ക് കുശുമ്പ് തോന്നുക. ഇപ്പോൾ ഒരു സമ്പന്നനായ ആൾക്ക് അയാളുടെ ബിസിനസ് ചെയ്യുന്ന അതേപോലെയുള്ള സുഹൃത്തുക്കളോടൊരു അസൂയ തോന്നും. ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് തോന്നും, ഒരു പുരുഷനൊരു പുരുഷനോടൊക്കെ അസൂയ തോന്നും. ഇപ്പോൾ ഒരു പ്രഭാഷണ രംഗത്തുള്ള ഒരാളെന്ന നിലയ്ക്ക് സ്വാഭാവികമായും കുശുമ്പ് തോന്നേണ്ടത് നമ്മളെക്കാൾ ഉയർന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോടാണല്ലേ. ഇപ്പോൾ വലിയ പ്രഭാഷകന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ അതിമനോഹരമായി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയ റമദാൻ നിങ്ങളോട് പറയാം, എന്നെ വ്യക്തിപരമായി അറിയുന്നവർക്കും അറിയാം, അങ്ങനെ പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാണ്. എനിക്കിന്ന് വരെ നമ്മളെക്കാൾ നന്നായി ഒരാൾ പ്രസംഗം നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഓഡിയൻസ് ഭയങ്കരമായതുകൊണ്ട് ഇന്ന് വരെ അങ്ങനെ അസൂയ തോന്നിയിട്ടില്ല. മാഷാ അല്ലാഹ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല. മനുഷ്യ സഹജമായി അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നണ്ട, പക്ഷെ എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഹബീബിങ്ങളെ, ആയിഷ ബീവി പറയാണ്, ഖദീജ ബീവിയോട് എനിക്ക് നേരത്തൊരു കുശുമ്പ് തോന്നിയിരുന്നു. മുനീർ അൻവരി ഉസ്താദേ വലൈക്കും അസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ വേറെ ഒരാളോടും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സഫീർ ഖാൻ മന്നാനി പനവൂർ ഉസ്താദ് എനിക്കറിയാമെന്ന് പറഞ്ഞല്ലോ. അതെന്താണ് അറിയാമെന്ന് പറയാൻ കാരണം എന്താണ് ഉസ്താദെ? അത് നിങ്ങൾ പറയും. എന്താണ് എൻ്റെ ആ സ്വഭാവം നിങ്ങൾക്ക് അറിയാമെന്ന് പറയാൻ കാരണം? ആയിഷ ബീവി പറയാണ്, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടില്ല. നോട്ട് പോയിന്റ്, ആ പോയിന്റ്, ആ വാക്ക് നിങ്ങളൊന്ന് മനസ്സിലെഴുതി വെക്കണേ. ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടില്ല. ആയിഷ ബീവി പറയാണ്. നിങ്ങൾക്കറിയാലോ കാരണം, കാണാതിരിക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയാം. ആയിഷ ബീവി കല്യാണം കഴിക്കുമ്പോൾ തന്നെ ചെറിയ കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഖദീജ ബീവിയെ ഒരു പക്ഷേ അവരുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 5 വയസ്സിൽ താഴെ ഒരാളെ കണ്ടോന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ഖദീജ ബീവിയുള്ള കാലത്ത് അവർ ജനിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ഖദീജ ബീവിയെ കണ്ടതായി ആയിഷ ബീവി പറയാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മുസ്തഫ നബി എപ്പോഴും ഖദീജ ബീവിയെ അനുസ്മരിക്കാറുണ്ട്. എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയാറുണ്ട്. ചില സമയങ്ങളിൽ ആടിനെ അറുക്കുകയും കഷ്ണങ്ങളാക്കുകയും ശേഷം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കാറും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയേ, അങ്ങേക്ക് ഖദീജയല്ലാതെ മറ്റൊരു ഭാര്യ പോലും ഇല്ലാത്തതുപോലെയുണ്ടല്ലോ നബിയേ. നിങ്ങൾ എപ്പോഴും ഈ ഖദീജ 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 എന്ന് പറയണത്, നിങ്ങൾക്ക് വേറെ ഒരു ഭാര്യ ഇല്ലാത്തത് നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കില്ലേ ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, ഇന്നഹാ കാനത്ത് വകാനത്ത്, ഇന്നഹാ കാനത്ത് വകാനത്ത്. ഖദീജ ബീവിയുടെ മഹത്വങ്ങൾ ഇങ്ങനെ ഇന്നത് ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറഞ്ഞു, വകാനലി മിൻഹാ വലദുൻ, എനിക്കവരിലാണ് മക്കളുണ്ടായത് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കളല്ലേ ഉണ്ടായത് അല്ലേ. നമ്മളതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. അതിലെല്ലാ മക്കളും ഉണ്ടായത് ഖദീജ ബീവിയിലാണ്, ഒരു കുട്ടി ഒഴികെ. അത് മാരിയത്തുൽ കിബിത്തിയയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇബ്രാഹിം എന്നാണ് പേര്. അപ്പോൾ റസൂലുള്ളാഹി പറയണ അപ്പോൾ ഒരുപക്ഷെ ഇത് സംസാരിക്കുന്ന സമയത്ത് മാരിയത്തുൽ കിബിത്തിയയിൽ ആ കുട്ടി ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പോൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയണത്, എനിക്കൊരു മക്കളുണ്ടായത് മുഴുവൻ ഖദീജയിലാണ്. ഒരു ഭയങ്കര സംഭവമാണ്. ആയിഷ ബീവി തുടർന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്.
ഖദീജ ബീവിയെ കുറിച്ച് വർത്തമാനം പറയാതെ, ഖദീജ ബീവിയെ കുറിച്ച് അനുസ്മരണം നടത്താതെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നല്ലവണ്ണം പുകഴ്ത്തി പറയാതെ മുസ്തഫായ നബി വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. ഹബീബിങ്ങളെ, 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 പുണ്യ നബിയുടെ സ്വഭാവമാണ് ഈ പറയുന്നത്. വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഖദീജ ബീവിയെക്കുറിച്ച് വർത്തമാനം പറയാറുണ്ട്. ഒരു ദിവസം അവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഖദീജ ബീവിയോട് എനിക്ക് അസൂയ തോന്നി. ഞാൻ പറഞ്ഞു നബിയോട്, ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ, ഇനി പറയാൻ പോകുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആയിഷ ബീവി പറയാണ്, ഹൽ കാനത്ത് ഇല്ലാ അജൂസ, ഹൽ കാനത്ത് ഇല്ലാ അജൂസ ഖദ് അബ്ദലകല്ലാഹു ഖൈറം മിൻഹാ. അവരൊരു വയോധികയല്ലേ നബിയേ, അവരൊരു വയസ്സായ സ്ത്രീയായിരുന്നില്ലേ നബിയേ. ആലോചിച്ച് നോക്കണം. ആയിഷ ബീവി എന്ന സ്ത്രീ സഹജമായ സ്വാഭാവികതയോട് പറയണം, അവരൊരു വയസ്സത്തിയായിരുന്നില്ല നബിയെ. ഹൽ കാനത്ത് ഇല്ലാ അജൂസ. പിന്നെ പറഞ്ഞെന്താ? ഖദ് അബ്ദലകല്ലാഹു ഖൈറം മിൻഹാ. അവരെക്കാൾ നല്ല ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ നബിയേ. യാ അല്ലാഹ്, ഹബീബായ നബിയോടാണ് കേട്ടോ വാക്ക് പറയുന്നത്. ഇപ്പം 2 ഭാര്യമാരുള്ളവർ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളും ഇതേമാതിരിയുള്ള സംസാരം അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? ആദരവായ റസൂലുള്ളാന്റെ മുഖമങ്ങ് വിവർണമായി. എൻ്റെ റസൂലുള്ളാന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. പുണ്യനബി പറഞ്ഞു, ലാ വല്ലാഹ്, ലാ വല്ലാഹ് മാ അബ്ദലനി അല്ലാഹ് ഖൈറം മിൻഹാ. ഇല്ല ആയിഷ, ഖദീജ ബീവിയേക്കാൾ ഉത്തമരായ ഒരു ഭാര്യയെ അള്ളാഹു എനിക്ക് തന്നിട്ടില്ല ആയിഷ. എന്താണ് മുഅ്മിനീൻ, ഇതൊക്കെ നമ്മൾ അറിയലും മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ. സ്റ്റേജ് വേളയിൽ പലപ്പോഴും പറയാതെ പോകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഖദീജയെ പോലെ ഉത്തമയായ ഒരു പെണ്ണിനെ അള്ളാഹു തന്നിട്ടില്ല ആയിഷ. ആമനത് ഇത് കഫറന്നാസ്. ജനങ്ങൾ എന്നെ വിശ്വസിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു. അന്തു പറയുന്നുണ്ട്, ആ 2 കല്യാണം കഴിച്ച ആരും ഇല്ലാന്ന്. ഉണ്ടാവും അന്തോ, നമ്മോട് പറയാതെ കഴിച്ചിട്ടുണ്ടാവും. വസദ്ദഖ്തനീ ഇദാ കദ്ദബനി അന്നാസ്. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യവൽക്കരിച്ചു ഖദീജ. അബ്ദുറഹ്മാൻ ഹാജി അഞ്ചരക്കണ്ടി മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. വവാസത്നി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്. ജനങ്ങൾ എനിക്ക് തടഞ്ഞപ്പോൾ അവരുടെ സമ്പത്ത് കൊണ്ട് ഖദീജ എന്നെ സമാധാനിപ്പിച്ചു ആയിഷ. വറസഖനി മിൻഹാ അൽ വലദ ദൂന ഗൈരിഹാ മിനൻ നിസാ. അവരിലാണ് എനിക്ക് കുട്ടികളെ നൽകിയത്. ഇങ്ങനെ ഖദീജ ബീവിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നുണ്ട്. ഖദീജ ബീവി ഒരു ഭയങ്കര സംഭവമായിരുന്നു മോമിനിങ്ങളെ. നമ്മൾ നിരന്തരം പഠിക്കുകയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും
സ്നേഹം കൊണ്ട് മൂടുകയും ചെയ്യേണ്ട ഒരു വല്ലാത്ത വനിതയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നമ്മളൊരു പക്ഷേ ലൈവ് പൂർത്തിയാകുമ്പോഴത്തേക്കും നമുക്ക് കണ്ണീര് ഇല്ലാതെ ഇത് കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ ഷേബ് അബി താലിബ് എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധത്തിൽ കിടക്കുന്ന ഒരവസ്ഥ. ഞാനത് വിശദീകരിക്കുന്നില്ല, മുമ്പ് വിശദീകരിച്ചതായതുകൊണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഉപരോധം എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ മുഴുവൻ ഭക്ഷണവും വെള്ളവും ഒക്കെ തടഞ്ഞു. ആ കാലഘട്ടത്തെക്കുറിച്ച് സഹാബത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കാലത്ത് ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് ആടുകൾ കാഷ്ടിക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ മണിമണിയായി ഇലകളിലാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ഈ ഷീബ് അബൂ താലിബിൻ്റെ താഴെ ഇലകൾ ഭക്ഷിച്ചത് കാരണം. വേറൊരു സംഭവം പറയുന്നുണ്ട്. ഈ താഴ്വരയിൽ ഒരു ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ കുളമ്പ് കണ്ടപ്പോൾ ഷഫീർ ഖാമന്നാനി ഉസ്താദെ, മാഷാ അല്ലാഹ്. ഒരു ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ കുളമ്പ് കണ്ടപ്പോൾ ഞങ്ങളത് വെള്ളം ചൂടാക്കി അതിലിട്ട് അത് പുഴുങ്ങി ആ ഒട്ടകത്തിൻ്റെ കുളമ്പ്. എന്നിട്ട് ഓരോരുത്തരായി അതിങ്ങനെ കടിച്ചു വലിച്ചു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്ന് ഷേബ് അബൂ താലിബിലെ ജീവിതത്തെക്കുറിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി. ഞാനും നിങ്ങളും ഇന്ന് നോമ്പ് തുറന്നപ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചവരാണ്. അത് കഴിക്കണമെന്ന് തെറ്റാന്നൊന്നുമല്ല ഈ പറയുന്നത്. വല്യമ്മയും അമ്മാനും കുടുംബം ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആക്സിഡൻ്റായി മക്കയിൽ. അല്ലാഹുവേ, പടച്ചോനെ ശിഫ കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, രോഗശമനം നൽകണേ റബ്ബേ. ആ കാലത്ത് സമ്പത്ത് മുഴുവൻ ഖദീജ ബീവി ചെലവഴിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി. ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഖദീജ ബീവിക്ക് ഡയറക്റ്റ് പോകാൻ പറ്റാത്തത് കാരണം ഖദീജ ബീവിയുടെ ബ്രദറിൻ്റെ മകൻ, സഹോദരൻ്റെ മകൻ ഹക്കീം ബിൻ ഹിസാം, അന്ന് അവർ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ നമുക്ക് റളിയല്ലാഹു അൻഹു പറയണം. കാരണം ഫതഹ് മക്കയ്ക്ക് ശേഷം അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു ആണ് ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുത്തത്. ഒരിക്കൽ ഈ ഹക്കീം ബിൻ ഹിസാമിനെ വഴിയിൽ വെച്ച് അബൂജഹൽ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു പാതിരാത്രി ഭക്ഷണവുമായി പോവാണ്. അപ്പോൾ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം ചുമന്നിട്ട് ഒരു അടിമയും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അദ്ദേഹത്തെ മക്കയിൽ വെച്ച് വഷളാക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അബൂജഹലും ഹക്കീമുൻ ഇസാമും തമ്മിൽ കയ്യാങ്കളിയായി, ഉന്തും തള്ളുമായി. അപ്പോൾ അബുൽ ബക്തരി എന്നു പേരായ ഒരാൾ അവിടെ വന്നു. ഈ പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുകയോ എഴുതി വെക്കുകയോ വേണം. ഒരു പക്ഷേ നമ്മളൊരു 500-ാം എപ്പിസോഡൊക്കെ ആകുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കും. ആരെങ്കിലും ഒരു സ്വർണ്ണ കോയിൻ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഹബീബിനെ മാത്രം പറഞ്ഞ 500-ാമത്തെ എപ്പിസോഡ് പിന്നിടുമ്പോൾ അവർക്ക് സമ്മാനം നൽകും, ഫസ്റ്റ് കിട്ടുന്നവർ. അപ്പോൾ ഈ പേരൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അതായത് ഇപ്പം പറഞ്ഞ പേരുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കാത്ത പേരാ. അബുൽ ബക്തരി എന്ന് പറയുന്ന ഒരാൾ ഇവർ തല്ലുകൂടുമ്പോൾ വഴക്കുകൂടുമ്പോൾ അവിടെ വരുന്നുണ്ട്. ഈ അബുൽ ബക്തരി ആരാന്നറിയോ? അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. ഈ അബുൽ ബക്തരി പിന്നീട് മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ധാരാളം ഉപകാരങ്ങൾ ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. കബീർ ഖാന്റെ സുഹൃത്തിൻ്റെ മകൻ സിദ്ദീഖ് ഖത്തറിൽ ഹൃദയസ്തംഭനം മൂലമാണ്. അള്ളാഹുവെ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബെ, മർഹമത്ത് കൊടുക്കണേ റബ്ബെ, സ്വർഗ്ഗം നസീബാക്കി കൊടുക്കണേ അള്ളാഹുവെ. അപ്പം ശ്രദ്ധിക്കണേ, ഈ അബുൽ ബക്തരി മുസ്ലിം ആയിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ധാരാളം സഹായങ്ങൾ ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. ഇതുകൂടി നിങ്ങൾ കേട്ട് ഞെട്ടണം കേട്ടോ. പറയട്ടെ,
പറയട്ടെ, ഒന്ന് ഞെട്ടാൻ വേണ്ടി കാത്തിരുന്നുള്ളൂ. പറയട്ടെ, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, എന്നാൽ റസൂലുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു എക്സ്ക്യൂസ് പറയാൻ, ഞെട്ടട്ടെ, പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കണം. ആന്ന് പറ, ഇൻഷാ അല്ലാ പറ. ഫാത്തിമ യസീല യെസ്, എല്ലാവരും യെസ് പറ. അത് വളരെ റയറായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആരിഫ് തണ്ണീർക്കോട് ലൈവിലുണ്ടല്ലോ അല്ലേ, വഹാബ് വെള്ളരി. ഇപ്പം ലൈവിലുള്ള എല്ലാവരും ഇൻഷാല്ല പറഞ്ഞാൽ ഞാൻ ആ സംഭവം പറയാം. അദ്ദേഹം ഒരിക്കലും മുസ്ലിം ആയിട്ടില്ല. ഈ അബുൽ ബക്തരി, അതായത് ഖദീജ ബീവിയുടെ സഹോദരൻ്റെ മകനും അബൂജഹലും തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്ത് ആ രാത്രിയിൽ അവിടെ വന്ന ആളാണ് അബുൽ ബക്തരി. അയാൾ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ റസൂലുള്ള അദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്നുണ്ട്. വളരെ നിർണായകമായ ഒരു സംഭവത്തിൽ, ഒരു ദിവസത്തിൽ. അത് കേട്ട് നമ്മൾ ഞെട്ടണം. ആധുനിക ലോകത്തെ ചില കാര്യങ്ങളുമായി നമ്മളതിനെ കമ്പാരിസത്തിന് വിധേയപ്പെടുത്തണം. ഏകദേശം കുറച്ച് ആൾക്കാർക്ക് ഇൻഷാ അല്ലാ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്താൽ അയാളെ കണ്ടാൽ വധിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവിറക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം അല്ല, കുഫ്രിയത്തിന്റെ ആളാണ്. ബദറിൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നയാളാണ്. റസൂലുള്ള പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടാൽ വെറുതെ വിടണേ, നിങ്ങളയാളെ കൊല്ലരുതേ മുഹമ്മദ് മുസ്തഫ. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഒരു സഹാബിയുടെ കരങ്ങളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു, അബുൽ ബക്തരി. അങ്ങനെ ആ വഴക്ക് കൂടുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, ഒരൊട്ടകത്തിന്റെ താടിയല് കൊണ്ട് അബൂജഹലിനെ ഒരൊറ്റയടി അങ്ങടിച്ചു അബുൽ ബക്തരി. അടിയേറ്റ് അബൂജഹലിന്റെ താടിയല് പൊട്ടി, നെഞ്ച് നോക്കി തൊഴിച്ചു അബുൽ ബക്തരി. ആരെന്നറിയോ? അബൂജഹൽ നിസ്സാര ലോക്കൽ കൺട്രി ഫെലോ അല്ല, മക്കയുടെ കിരീടം വെക്കാത്ത രാജാവാണ് അബൂജഹൽ. ഖുറൈശികളുടെ നേതാവാണ്, കാഫിരീങ്ങളുടെ വലിയ നേതാവാണ്. അയാളുടെ നെഞ്ച് നോക്കി ചവിട്ടി ഒട്ടകത്തിന്റെ താടിയിൽ കൊണ്ട് മുഖത്തേക്കടിച്ചു. ആര്? അബുൽ ബക്തരി. മനസ്സിലായോ? അത് മാത്രമല്ല, വേറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബദറിൽ അയാളെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറുതെ ആലോചിച്ച് നോക്കിയെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ നന്നായി തിങ്കിങ് ചെയ്യണം. ബദർ എന്ന് പറഞ്ഞ, ഇപ്പോൾ ചൊവ്വാഴ്ച ബദർ ദിനം വരാൻ പോവുക. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനത്തിന്റെ ഒരു യുദ്ധമല്ലേ? അങ്ങനത്തെ ഒരു യുദ്ധത്തിൽ ശത്രുപക്ഷത്തു നിന്ന് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അയാളെ കണ്ടാൽ നിങ്ങൾ വെറുതെ വിടണേ, ഉപദ്രവിക്കരുത്. മാഷാ അല്ലാ, 1000 വട്ടങ്ങൾ മാഷാ അല്ലാ പറയുന്നു. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായത്? എന്താണെന്ന് മനസ്സിലായത്? ബദറിൽ പങ്കെടുത്തിട്ട് കൊല്ലരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ് ഈ പറയണതേ. അപ്പോൾ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഏതെങ്കിലും തരത്തിൽ നേരിയ ഒരു കരുണ കാണിക്കുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെ യുദ്ധം നടക്കുന്നില്ലല്ലോ. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അയാളുടെ വാക്കോ പ്രവൃത്തിയോ സഹായകമാകുന്ന ഏതെങ്കിലും അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാലത്ത് നമ്മളത് പാലിക്കേണ്ട മര്യാദയല്ലേ? ഒരാൾ അമുസ്ലിമായി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായി എന്ന നിലക്ക് മാത്രം നമ്മുടെ ശത്രു ആകുന്നില്ല എന്നല്ലേ എന്ന് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ റസൂലുള്ളാഹി എന്തുട്ടാണ് പറയേണ്ടത്? അയാൾ ഇസ്ലാമിനെ എത്ര സഹായിച്ചിട്ടുണ്ടെങ്കിലും ശരി, അയാൾ ബദറിലാണ് വന്നിട്ടുള്ളത്, പൂശിക്കൊള്ളണം എന്നല്ലേ റസൂലുള്ളാഹി പറയേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷെ അബദ്ധത്തിൽ ഒരു സഹാബിയുടെ കരങ്ങളാൽ അദ്ദേഹം വധിക്കപ്പെടുന്നുണ്ട് ബദറിൽ വെച്ചിട്ട്. അബൂജഹലിനെ തല്ലിയ ആളാണ്. മാഷാ അല്ലാഹ്. സീറത്ത് ഇബ്നു ഹിശാമിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. 2-ാം വാള്യം 5-ാമത്തെ പേജിൽ സയ്യിദത്ത് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന കിതാബിൽ
91 പേജിലും ഈ സംഭവം സവിശദമായി പരാമർശിക്കുന്നുണ്ട്. ബഷീർ ഫൈസിയുടെ സ്വന്തം അഭിപ്രായമല്ല ഈ പറഞ്ഞത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നോക്കൂ, മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ എന്താ പറയുക, റോഡ് മാർഗം സഞ്ചരിക്കുകയാണെങ്കിൽ ജബലുന്നൂറിൻ്റെ അവിടേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോൾ മക്കയിൽ നിന്ന്, റോഡ് മാർഗം സഞ്ചരിക്കുകയാണെങ്കിൽ. അന്ന് വാഹന ഗതാഗതമില്ലാത്ത, റോഡ് സംവിധാനമില്ലാത്ത ഒരു കാലത്ത് ഹബീബിങ്ങളെ ഹൃദയമിടിപ്പോടെ കേൾക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണവുമായി മക്കയിൽ നിന്ന് 3 നേരം ഈ ജബലുന്നൂറിൻ്റെ മുകളിലേക്ക് കയറി. നമ്മുടെ ലൈവിൽ ഇപ്പോൾ ഉള്ള ജബലുന്നൂറിൻ്റെ മുകളിൽ കയറിയവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും. അത്ര ആയാസത്തോടെ ഇപ്പോഴും കയറാൻ പറ്റുന്ന ഒരു മലയല്ല ജബലുന്നൂർ. ഇപ്പോൾ ഈ പാകിസ്ഥാനികളോ ബർമ്മക്കാരോ ഒക്കെ സ്റ്റെപ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചവിട്ടുപടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു 45 മിനിറ്റ് സമയമെടുക്കും തറനിരപ്പിൽ നിന്ന് ജബലുന്നൂർ എന്ന പ്രകാശപർവ്വതത്തിൻ്റെ ഉച്ചിയിൽ കയറിയെത്താൻ. വലിയ പ്രയാസമാണ്, ഇപ്പോൾ പോലും വലിയ പ്രയാസമാണ്. പക്ഷെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ കാലത്ത് ചെങ്കുത്തായ മലനിരയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു വാങ്മയ ചിത്രം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ചുമ്മാ ഒരു സംസാരം കേട്ടിരിക്കുന്നത് പോലെ കേൾക്കരുത്, അതിൻ്റെ സകല വൈകാരിക വിക്ഷുബ്ധതയോടെയും ഒന്ന് കേട്ടു നോക്കൂ. ബഷീർ വെള്ളിക്കോത്ത് സാഹിബ് വലൈക്കും അസ്സലാം. നിങ്ങൾ ഇടയ്ക്ക് ലൈവ് നടത്തുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനെ കയറി വരുന്ന ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, നിങ്ങളുടെ പത്നി ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ വരുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞാൽ ഭക്ഷണവുമായി ഖദീജ റളിയല്ലാഹു അൻഹ മല കയറി അങ്ങയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നബിയേ. അങ്ങനെ അവർ വന്നാൽ ഇനി കേൾക്കേണ്ടത് ഒരുപക്ഷെ മുമ്പത്തെ ലൈവിൽ പറഞ്ഞാണ്, എന്നാലും ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ജിബ്രീൽ പറയുകയാണ്, നബിയേ, അല്ലാഹു, ഹബീബിങ്ങളെ ശ്രദ്ധിക്കണം, അല്ലാഹു ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, നിങ്ങളത് പറയണം. ഖദീജ ബീവിയോട് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സലാമും കൂടെ ഖദീജ ബീവിയോട് പറയണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു. മുമ്പ് ഇവിടെ അൻഷാദ് നേരത്തെ ഇട്ടുണ്ടായിരുന്നു ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞൊരു ലൈവ്. അന്നത്തെ ലൈവ് കേൾക്കാത്ത ആളുകൾ, പുതിയതായി കേൾക്കുന്നവരോട് മാത്രമാണ് ഈ ചോദ്യം, അവർ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഖദീജ ബീവി മലയുടെ മുകളിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, ജിബ്രീലും സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് സലാം അടക്കിയിട്ടുണ്ടാവുക എന്ന്
ആദ്യമായി നമ്മുടെ ലൈവ് കേൾക്കുന്നവർ, ആദ്യമായി എന്ന് പറഞ്ഞാൽ ഈ വർഷം ആദ്യമായി കേൾക്കുന്നവർ, കഴിഞ്ഞ തവണ കേട്ടവർ ഒരിക്കലും അങ്ങനെ അല്ലാത്ത ഒരാൾ പ്രതികരിക്കുകയാണെങ്കിൽ അവർക്കൊരു സമ്മാനം ഇൻഷാ അല്ലാഹ് നൽകുന്നതായിരിക്കും. 2 മിനിറ്റ് അതിനു വേണ്ടി സമയം തരാം. ചോദ്യം ഇതാണ്: ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഖദീജ ബീവി വരുന്നുണ്ട്, അള്ളാഹു അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സലാമും കൂടെ അവരോടൊന്ന് പറയണമേ. അങ്ങനെ ഖദീജ ബീവി വന്നു. ജിബ്രീലിനെ ഖദീജ ബീവി കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജ, നിങ്ങളോട് അള്ളാഹു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, ജിബ്രീലും സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖദീജ ബീവി സലാം മടക്കി. ആ സലാം എങ്ങനെയാണ് മടക്കിയത് എന്നാണ് എൻ്റെ ചോദ്യം. കമന്റ് ചെയ്തോളൂ. JB തെരുവത്ത്, അല്ലാഹുമ്മ അന്തസ്സലാം, അങ്ങനെയാണ് അദ്ദേഹം കമന്റ് ചെയ്തത്. മുമ്പ് ലൈവ് കേൾക്കാത്തവർ അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ വിഷയം മുമ്പ് കേൾക്കാത്തവർ മാത്രമേ കമന്റ് ചെയ്യാവൂ. നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മുടെ അഡ്മിൻ നിങ്ങൾ ശ്രദ്ധിക്കും. അന്ന് ലൈവ് കേട്ടവരൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു 35-ാമത്തെ എപ്പിസോഡിലാണ് തോന്നുന്നുണ്ട് ഖദീജ ബീവിയെ പറഞ്ഞത്. ഫാത്തിമ ജസീല, എനിക്കറിയില്ല, ആൻസറിന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും സമ്മാനം ഉറപ്പാണ്. 2 മിനിറ്റ് സമയം തരുന്നുള്ളൂ. ആ 34-ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരും മറുപടി പറയുന്നില്ലല്ലോ. ആർക്കും ഗിഫ്റ്റ് വേണ്ട, സമ്മാനം വേണ്ട. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ കാണാത്തതെന്നും എനിക്കറിയത്തില്ല. ഒരു പക്ഷെ ഞാൻ കാണായിട്ടാവും, കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് വിട്ടുകളയാം. മുഹമ്മദ് റാഷിദ് അറിയില്ല. ഇക്ബാൽ തൊട്ടിമ, വലൈക്കും അസ്സലാം യാ റസൂലല്ലാഹ്. വലൈക്കും അസ്സലാം എന്ന് നമ്മളോട് സലാം പറഞ്ഞ ആളോടല്ലേ പറയണ്ട, അള്ളാഹുവിനെ എങ്ങനെ സലാം അടക്കാന്ന് ചോദിച്ചു. അള്ളാഹു ആണല്ലോ സലാം പറഞ്ഞിട്ടുള്ള. അബൂബക്കർ സിദ്ദീഖ് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്ത്. അങ്ങനെയല്ല. ജംഷി വന്നാനി ആലോചിക്കുകയാണ്. ആലോചിക്കാൻ സമയമല്ല, 2 മിനിറ്റേ ഉള്ളൂ. അപ്പം എന്നാൽ ബാക്കി പുതിയ ആൾക്കാർ അറിയില്ല എന്ന് കമൻറ്റ് ചെയ്യും. എന്നാ ഞാൻ പറയാം. സ്റ്റക്കല്ല, കമൻറ്റ് വരാത്തതുകൊണ്ട്. അവർ ആലോചിക്കാവും ചിലപ്പോൾ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും, അല്ലേ? എന്നാൽ ഞാൻ പറയാം. അപ്പം സമ്മാനം എനിക്ക് തന്നെ കമ്പനിക്ക് അടിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി സമ്മാനം ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ. കേട്ടോളൂ. ഇന്നല്ലാഹ ഹുവസ്സലാം. ഖദീജ ബീവി സലാം അടക്കുകയാണ്. ഇന്നല്ലാഹ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? ഇപ്പോൾ വലൈക്കും അസ്സലാം നമ്മൾ സലാം അടക്കിയ എന്താ പ്രശ്നം? അള്ളാഹിൻ്റെ രക്ഷ അള്ളാഹു നിനക്കുണ്ടാകട്ടെ എന്നാണ് പറയാ. ഹലോ, അള്ളാഹുവിൻ്റെ രക്ഷ അള്ളാഹു നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ 2 അള്ളാഹു ഉണ്ടാവില്ലേ? വലൈക്കും സലാം നമ്മളോടൊരു സലാം അടക്കിയ അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കും ഉണ്ടാകട്ടെ എന്നല്ലേ? അപ്പോൾ 2 അള്ളാഹു ഉണ്ടാവേണ്ടി വരും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സലാമിന് ഖദീജ ബീവി മടക്കുന്നത് ഇങ്ങനെയാണ്. ഇതോർത്തു വെക്കണമേ. നിങ്ങളിത് ഏതെങ്കിലും നാളെ രാവിലെ ഒരു മുസ്ലിം സഹോദരനോട് ചോദിക്കണം കേട്ടോ. ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീലസ്സലാം. നിശ്ചയം അള്ളാഹു ആണ് സലാം. അവിടെ സലാം അടക്കല്ലേ ചെയ്യുന്നത്, അള്ളാഹു ആണ് സലാം. ജിബ്രീൽ അലൈഹി സ്വലാമിന് സലാം അടക്കുന്നുണ്ട്. വഅലൈക്കസ്സലാം
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിശ്ചയം അല്ലാഹു രക്ഷകനാണ്. സൃഷ്ടികളോട് സലാം അടക്കുന്ന രൂപത്തിൽ സലാം അടക്കേണ്ടതില്ലല്ലോ. ജിബിരീലിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. യാ റസൂൽ അല്ലാ, അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും ഉണ്ടാകട്ടെ. അവിടെ ഒരു മസല കൂടിയുണ്ട്. ഇപ്പം നമ്മളോടൊരാൾ സലാം പറഞ്ഞതുപോലെ ആകില്ല വേറൊരാൾ സലാം പറഞ്ഞയച്ചത് നമ്മൾ പറയുമ്പോൾ അയാൾക്ക് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി അതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. വഅലൈക്കസ്സലാം എന്ന് പറഞ്ഞത് നബിയോടാണ്, റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതും നബിയോടാണ്. അല്ലാതെ അള്ളാഹുവിന് റഹ്മത്തുണ്ടാകട്ടെ എന്നല്ല, അള്ളാഹുവിന് ബർക്കത്തുണ്ടാകട്ടെ എന്നും അല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. 3 സലാമാണ് മടക്കിയത്. ഒന്ന് അള്ളാഹുവിന്, ഒന്ന് ജിബ്രീലിന്, ഒന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ സംഭവമുണ്ട്. ബഷീർ ഫൈസിയുടെ തള്ളല്ല. ഓക്കെ, ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. നാളെയും പറയണല്ലോ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ അടുത്ത ഒരു ചർച്ച. വഹി ലഭിച്ചത് റമദാനിലെ ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഈ വഹി ലഭിച്ച ഉടനെ തന്നെ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ലല്ലോ. മിഅ്റാജിൽ പോയിട്ടല്ലേ നിസ്കാരം നിർബന്ധമാക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഖുസൂസിയത്തുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായ ചില പ്രത്യേകതകളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വുളൂ പഠിപ്പിച്ചു കൊടുത്തു. നിസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിർബന്ധമാകുന്നതിന് മുന്നേ. ഒരുപക്ഷെ നമ്മിൽ അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും വയതിലൊന്നും അധികം പരാമർശിക്കാത്തത് കൊണ്ടായിരിക്കും. നിങ്ങളുടെ കുഴപ്പമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ സാധാരണ പ്രസംഗത്ത് കേട്ടിട്ടില്ലേ, എന്താ പറയുക, മിഅ്റാജിന് പോകുമ്പോൾ റസൂലുള്ള 3 സ്ഥലത്ത് നിസ്കരിച്ചു. ഒന്ന് പലസ്തീനിൽ, ഒന്ന് യസ്രിബിൽ, ഒന്ന് തൂരിസീന പർവ്വതത്തിൻ്റെ അവിടെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? നിസ്കാരമുണ്ടായത് മിഅ്റാജിലല്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പേ ഇങ്ങനെ നിസ്കരിക്കുക, അതിൻ്റെ രൂപം എങ്ങനെ കിട്ടി? ആ സംശയത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് മറുപടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുളൂഇൻ്റെ രൂപവും നിസ്കാരത്തിൻ്റെ രൂപവും ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊടുത്തതിൻ്റെ അധികം വൈകാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 5 വക്ത് നിസ്കാരം അന്ന് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും രാവിലെയും വൈകുന്നേരവും 2 റക്അത്ത് വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഹബീബിങ്ങളെ രാവിലെയും വൈകുന്നേരവും 2 റക്അത്ത് നിസ്കാരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇതാദ്യമായി കേൾക്കുന്നതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മൾ അങ്ങനെ എല്ലാ ലൈവിലും പറയാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതെന്തിനാണ്? ആളുകൾക്കൊരു ഇൻസ്പിരേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സുകൊണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ മുഹമ്മദീയ ജീവിതത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പുതിയ വിവരമാണെങ്കിൽ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് പഴയ ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുളൂഇൻ്റെയും ഈ നിസ്കാരത്തിൻ്റെയും രൂപം പഠിപ്പിച്ചു കൊടുത്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബിയുടെ അടുക്കൽ വന്നു. ഇത് ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയാൻ കാരണം, ഹബീബിങ്ങളെ ശ്രദ്ധിച്ചോളൂ, ചില പ്രഭാഷണങ്ങളിൽ ആര് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ആര് പറഞ്ഞു എന്നത് നമ്മുടെ വിഷയമല്ല. അതിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് ഖദീജ ബീവിക്ക് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരൊറ്റ റക്അത്ത് പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഖദീജ ബീവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില പ്രസംഗങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഖദീജ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഖദീജ ബീവി നിർബന്ധമായ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്.
മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോഴത് കറക്റ്റാണ്. അല്ലാതെ ഖദീജ ബീവി ഒറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ കാണിച്ചു കൊടുത്തതുപോലെ കാണിച്ചു കൊടുത്തു. ശേഷം റസൂലുള്ള വൊളൂ ചെയ്യുന്നത് പോലെ ഖദീജ ബീവി വൊളൂ ചെയ്തു. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ കൂടെ നിസ്കരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖദീജ ബീവി നിസ്കരിച്ചിട്ടുണ്ട്. ഇത് സീറത്തുൻ നബവിയുടെ 1-ാം വാള്യം 227-ാം പേജിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖദീജ ബീവി ഒറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ പിഴവാണ്. അങ്ങനെയല്ല, നിസ്കരിച്ചിട്ടുണ്ട്. അതാ ജംഷി പൊന്നാനി കമൻ്റ് ഉണ്ട്, ഒരിക്കലും നിസ്കരിച്ചിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷേ അത് ഫറലായ നിസ്കാരം ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് മേറാജ് ഉണ്ടായിട്ടുള്ളത്. അവിടെ വെച്ചാണ് റസൂലുള്ളാഹിക്ക് 5 വക്ത് നിസ്കാരം ഫറലാക്കുന്നത്. അപ്പോൾ ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. അവിടെ ഈ വാക്കുകൾ മാത്രമേ പിഴവുള്ളൂ. ഖദീജ ബീവി ഫറൽ നിസ്കരിച്ചിട്ടില്ല. പക്ഷെ സുന്നത്തായ നിസ്കാരം റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ ഖദീജ ബീവി നിസ്കരിച്ചിട്ടുണ്ട്. ഓക്കെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ മുസ്ലിം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ ആള് എന്ന് നമ്മൾ പറയുന്നത് കൃത്യമല്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായ ഒരു മതമല്ല. പക്ഷെ എന്നാലും പ്രസംഗിക്കുമ്പോൾ ആളുകൾ അങ്ങനെ ഒരു ഓളത്തിൽ പറയാറുണ്ട്, ഇസ്ലാമിലെ ആദ്യത്തെ വനിത ഖദീജ ബീവിയാണ്, ഇസ്ലാമിലെ ആദ്യത്തെ വനിത ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ് അല്ലേ? പക്ഷെ പ്രവാചക കാലഘട്ടത്തിൽ ആദ്യത്തെ മുസ്ലിം എന്ന് പറയുന്നത്, റസൂലുള്ളാഹിനെ കഴിഞ്ഞാൽ ആദ്യത്തെ മുസ്ലിം എന്ന് പറയുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് ഇസ്ലാമിക ലോകത്തിന് ഏകാഭിപ്രായമാണ് ആ കാര്യത്തിൽ കേട്ടോ. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഖദീജ ബീവിക്ക് മുന്നേ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അസ്സയ്യിദത്തു ഖദീജ എന്ന കിതാബിലെ 80-ാം പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു സംശയം ഞാൻ ഇവിടെ വെക്കുകയാണ്. ഒരുപക്ഷെ ധാരാളം ഉസ്താദുമാർ ഇപ്പോൾ ലൈവിലുള്ളത് കൊണ്ട് അവരെങ്കിലും മറുപടി പറയും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ പേഴ്സണലായോ അല്ലായോ ഉണർത്തിയാൽ അടുത്ത ലൈവിൽ ഞാനത് തിരുത്തി പറയും. അതായത് ഇനി പറയാൻ പോകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ആ സംഭവം പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ചിലവരിത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇത് തന്നെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. റസൂലുള്ളാഹിൻ്റെ പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ കറി വെക്കുകയോ മറ്റ് ഏർപ്പാടോ ചെയ്യരുത്. യൂട്യൂബിലൊക്കെ പ്രസംഗം കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ കറി ഉണ്ടാക്കില്ല. അത് ഖബറ് മാശറൊക്കെ കേൾക്കാം. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ അതൊരു ആനന്ദത്തോടെ സകല വൈകാരികതയോടെയും അനുഭവിച്ച് കേൾക്കണമെന്നൊരു താല്പര്യം എനിക്കുണ്ട്. ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ. പത്തൊൻപത്തിനാല് ആൾക്കാരില്ലേ, എല്ലാവരും ഒന്ന് യെസ് എന്ന് അടിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ പ്രായം ചെന്നവർക്ക് അടിക്കാൻ അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും, എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതല്ലാത്തവർക്ക് ആ യെസ് എന്ന് അടിക്കുമോ? ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിനി പറയാൻ പോകുന്ന സംഭവത്തിൻ്റെ മുമ്പേ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം പറയാൻ പോകുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ കാര്യം പറയുമ്പോൾ അതിൽ വല്ല പിഴവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തിരുത്താം, അല്ലെങ്കിൽ ഉസ്താദുമാർ പേഴ്സണലായി തിരുത്താം. അടുത്ത ലൈവിൽ ഞാനത് തിരുത്തി പറയാം തെറ്റാണെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട്. പറയട്ടെ, എല്ലാവരും യെസ് എന്ന് കമൻറ്റ് ചെയ്യും.
ഓക്കെ, ഷിഹാബ് തങ്ങൾ എമ്പലാശ്ശേരി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പറയാം, എന്നാ കേട്ടോളൂ. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ഇറങ്ങിയതിന് ശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അതിറങ്ങിയതിന് ശേഷം ആ ഡ്രൈവിങ്ങിലാണ് നസർ മണ്ണിൽ തൊടി, ഡ്രൈവിങ്ങിലൊന്നും കമൻറ്റ് ചെയ്യണ്ട കേട്ടോ, പ്രശ്നമാണ്. അപ്പം അപ്പോൾ വന്നിട്ടാണോ ഖദീജാബിയുടെ അടുത്ത് വന്നിട്ട് സമ്മിലൂനി 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 ഖദീജ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴാണോ പറഞ്ഞത് എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോഴല്ല എന്നാണ്. അതാണ് കൺഫ്യൂഷൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോഴാണോ സമ്മിലൂനി എന്ന് പറഞ്ഞത്? അതിനെപ്പറ്റി പാട്ടൊക്കെ ഒന്നില്ലേ? പുതപ്പിട്ടുമൂടു ഖദീജ അല്ലേ? അതാദ്യമായി വഹി ഇറങ്ങിയപ്പോഴാണ് ആ സംഭവം ഉണ്ടായത് എന്നാണ് എൻ്റെ ചോദ്യം. ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? എന്നാ കേട്ടോളൂ. ആദ്യമായി വഹി ഇറങ്ങിയതിന് ശേഷം ഒരഭിപ്രായ പ്രകാരം 40 ദിവസം വഹി ഇറങ്ങിയില്ല. 6 മാസം എന്നുണ്ട്, 3 വർഷം എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. വഹി ഇറങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസം തോന്നി. എന്താണ് വഹി ഇറങ്ങാത്തതെന്നുള്ള വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. അപ്പോൾ ആ കാലയളവ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ തവണ വഹി ഇറങ്ങുകയാണ്. അതായത് ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, മുഹ്സിൻ ഫൈസി പറഞ്ഞിട്ടുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കാഴ്ചയിലല്ല സമ്മിലൂനി പറഞ്ഞതെന്ന് മുഹ്സിൻ ഫൈസി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും അതെ അതെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം 5 ആയത്താണല്ലോ ഇറങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാതെ ഇപ്പോൾ ഖുർആനിലുള്ളതുപോലെയുള്ള സുബിയ ഹസ്ന മദ്രസയിൽ അങ്ങനെ പഠിച്ചതാണ് ഓർമ്മ, ഷമീർ ഹുസൈൻ അങ്ങനെയാണ് കേട്ടത്. അതായിരിക്കാം ശരി. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ അല്ല എന്നാണ്. വേണമെങ്കിൽ നമുക്ക് തിരുത്താം. നമുക്ക് തിരുത്തിനോണ്ട് യാതൊരു പ്രയാസമില്ലല്ലോ. അപ്പോൾ ആദ്യം ഇപ്പോൾ ഖുർആനിൽ കാണുന്ന പോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ പറഞ്ഞ ആ സൂറത്തിലെ എല്ലാ ആയത്തുകളും അപ്പോൾ ഇറങ്ങിയിട്ടില്ല. ആദ്യം 5 ആയത്താണ് ഇറങ്ങിയത്. റൈറ്റ്. പിന്നീട് ഒരു കാലഘട്ടത്തിന് ശേഷമാണ് വഹി ഇറങ്ങുന്നത്. അത് ആ കാലഘട്ടം അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പല അഭിപ്രായമുണ്ട്. 3 കൊല്ലാതുണ്ട്, 6 മാസമുണ്ട്, 40 ദിവസമാകുന്നുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതല്ല നമ്മുടെ വിഷയം. രണ്ടാമത് വഹി ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങിയ ഇഖ്റ ബിസ്മിയുടെ ഇന്ന് ഖുർആനിൽ കാണുന്ന ബാക്കി ഭാഗമല്ല ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിയത് ഏതാണെന്നറിയോ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ഈ 5 ആയത്തുകളാണ് പിന്നീട് ഇറങ്ങുന്നത്. നമ്മുടെ വിഷയം അവിടെ എത്തിയില്ല. ഈ ആയത്താണ് പിന്നെ ഇറങ്ങുന്നത്. അതിൽ തന്നെ ആ അധ്യായത്തിലെ ബാക്കി ആയത്തുകൾ അപ്പം ഇറങ്ങിയിട്ടില്ല. ഈ 5 ആയത്തുകൾ ഇറങ്ങിയത്. അവൻ വിശ്വാസം നടന്നു പോകുമ്പോഴാണ് ഈ വഹി വരുന്നത് കേട്ടോ. ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഹബീബായ പ്രവാചകർ നോക്കി, ആരെയും കണ്ടില്ല. ആ ശബ്ദം കേട്ട് ഹബീബായ നബി ആകാശത്തേക്ക് തല ഉയർത്തി നോക്കി. അപ്പോഴതാ ഹിറാ ഗുഹയിൽ മുമ്പ് കണ്ട പോലെയുള്ള മലക്ക് ആകാശഭൂമികൾക്കിടയിൽ
മുഹമ്മദ് OM മുഹമ്മദ് പോട് കാക്ക. ID ഒന്ന് പരിശോധിച്ച് നോക്കട്ടോ, അതാരാണെന്ന്. അയാളൊരു മുസ്ലിം ആണെങ്കിൽ എന്തിനാണ് അങ്ങനെ എഴുതിയത് നമുക്കറിയണമല്ലോ. എന്തെങ്കിലും തെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മുസ്ലിം പേര് വെച്ച യുക്തിവാദിയാണെങ്കിൽ നമ്മൾ മെയിൻ ചെയ്യണ്ട. മുസ്ലിം ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ ഒരു മുജാഹിദിനും ജമാഅത്തും ആണെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ വഹി ഇറങ്ങിയ കാര്യത്തിൽ. അപ്പോൾ അത് ചെക്ക് ചെയ്യട്ടോ. ഇങ്ങനത്തെ ഐഡികൾ പലപ്പോഴും ലോക്ക്ഡ് പ്രൊഫൈലായിരിക്കും. മുസ്ലിങ്ങളുടെ പേര് വെച്ച മതനിഷേധികളും യുക്തിവാദികളും ഉണ്ടാവും. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കാരണം എന്നൊന്നും അറിയണമല്ലോ. വഹാബി ആണെങ്കിൽ വഹാബിക്കെതിരുള്ളൊരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അയാൾക്ക് കൂടി വിശ്വസിക്കാൻ പറ്റുന്ന സംഭവം തന്നെയല്ലേ പറഞ്ഞു വഹി ഇറങ്ങിയത്. നോക്കൂ, അത് പോട്ടെ. അപ്പം ആകാശഭൂമികൾക്കിടയിൽ ഒരു കസേരയിൽ ഇരിക്കുന്നത് പോലെ ജിബ്രീൽ അലൈഹിസ്സലാമയെ മുസ്തഫ നബി കണ്ടു. അള്ളാഹുവിൻ്റെ റസൂല് ഭയന്നുകൊണ്ട് വീട്ടിലേക്ക് ഓടി ആ ശബ്ദം കേട്ടിട്ട്. എന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, പുതപ്പിട്ട് മൂടൂ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തപ്പം ഇറങ്ങിയിട്ടില്ല കേട്ടോ. ജിബ്രീലിനെ കണ്ടു ഭയന്നതാണ് വിശ്വാസം. അപ്പോഴാണ് സൂറത്തുൽ മുദ്ദസിറിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തിറങ്ങിയത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം സഹീഹുൽ ബുഖാരിയിലുണ്ട്, സഹീഹുൽ മുസ്ലിമിലുണ്ട്. അതിൽ രണ്ടുമുള്ളത് ജമാഅത്തുകാരനും മുജാഹിദും ഒക്കെ വിശ്വസിക്കുന്നതല്ലേ. അതാ ഞാൻ പറഞ്ഞത്, അവർക്കെതിരില്ലല്ലോ ഞാൻ പറഞ്ഞത്. വേറൊരു ലഈഫായ ഹദീസിലാണെങ്കിൽ അവർക്ക് നിഷേധിക്കാം, തള്ളുകയാണ് ഈ മുസ്ലിം എന്ന് പറയാം. അപ്പോൾ മതവിശ്വാസിയാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത് ഉദ്ധരിച്ചിട്ടുള്ളത്, അപ്പം തള്ളാൻ പറ്റില്ല. അപ്പം അയാൾ യുക്തിവാദിയാകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ ചുമ്മാ വന്ന് അലക്കൂലല്ലോ. അപ്പോൾ ഹബീബിങ്ങളെ, അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, സമ്മിലൂനി സമ്മിലൂനി, പുതപ്പിട്ടു മൂടൂ ഖദീജ. ആ സന്ദർഭത്തിലാണ് വഹിയിറങ്ങുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവനെ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് ആയത്തിറങ്ങുന്നത് അപ്പോഴാണ്. മുജീബ വിലോറ സാഹിബിൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഇന്നലെ വാട്സപ്പ് ക്ലാസ്സിൽ അവർക്ക് വേണ്ടി തോരുന്നുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ നമ്മുടെ സംശയം ഇതാണ്. അപ്പോൾ ഈ സമ്മിലൂനി എന്ന് പറഞ്ഞത് ആദ്യം വഹി ഇറങ്ങിയപ്പോഴാണോ? അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ എൻ്റെ സംശയം എന്ന നിലയ്ക്ക് ഞാനിവിടെ, ഇത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഈ സമ്മിലൂനി എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സംഭവത്തിലല്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ കൂടുതൽ വിശദീകരണം അറിയുന്നവർ ഇൻബോക്സിൽ വന്നിട്ട് അങ്ങനെയല്ല ആദ്യം തന്നെയാണ് എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് തിരുത്താം. അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ സംഭവം. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഈ പാട്ട് പുതപ്പിട്ട് മൂടു ഖദീജ എന്നുള്ള പാട്ട് നമ്മൾ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമായി വഹി ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്ന് പറഞ്ഞു എന്നാണ്. അപ്പോഴങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാകാം അല്ലേ?
അപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പം അങ്ങനെ വരില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ രണ്ടാമത്തെ തവണ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുതപ്പിട്ട് മൂട് കഥയുള്ള സോങ് വരട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ പാട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇപ്പോൾ അയച്ചു തരികയാണെങ്കിൽ ആ പാട്ട് ഇപ്പോൾ പ്ലേ ചെയ്യാം. മ്യൂസിക് ഇല്ലെങ്കിൽ വെക്കാം. ഹബീബിങ്ങളെ, അപ്പോൾ നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കാം. രണ്ടാമത്തെ തവണ പറഞ്ഞു എന്ന് ഉറപ്പായിട്ടുമുണ്ട്. അപ്പോഴാണ് പുതപ്പിട്ട് മൂടിയവൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞത്. ആദ്യത്തെ തവണ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സംശയം രണ്ടാമത്തെ തവണ മാത്രമാണോ എന്നുള്ളതായിരുന്നു. ആദ്യത്തെ തവണയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ആദ്യത്തെ തവണയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുതപ്പിട്ട് മൂടും. ഓക്കെ, അപ്പം പിന്നെ ആ പാട്ട് തെറ്റില്ല. ബാക്കി സംഭവങ്ങൾ, ഖദീജ ബീവിയുടെ സവിശദമായ ചരിത്രം നമുക്ക് നാളത്തെ ലൈവിൽ പറയാം. 1 മണിക്കൂറിലേറെ കടന്നുപോയില്ലേ. നമുക്ക് നാളെയും എല്ലാവർക്കും ഇബാദത്തിൽ ചെയ്യേണ്ടതല്ലേ. ഹബീബിങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പലപ്പോഴും നമ്മുടെ പ്രഭാഷണങ്ങളിലോ പുസ്തകങ്ങളിലോ അധികം വരാത്ത സംഭവങ്ങളാണ് നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യോ. നമ്മുടെ പാട്ടൊക്കെ അയച്ചു തരുന്ന ഒരാളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, എന്താ പറയുക, ഷുഐബ്. അയാളിപ്പോൾ ലൈവിലില്ല തോന്നുന്നുണ്ട്, ഉണ്ടെങ്കിൽ അയച്ചു തന്നിരുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരാളുടെ സഹോദരി ഉംറക്ക് പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഉംറ ചെയ്യാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അഡ്മിൻ്റെ താരത്തുല പാട്ടുണ്ട്, മ്യൂസിക് ഇല്ലാത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തൊരു ചന്തചാരുതയാണല്ലേ. ബഹളങ്ങളൊന്നും ഇല്ലാതെ സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങൾക്കിടയിലൂടെ നമ്മൾ മൃദുവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ് മദീനയെ കണക്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇബാദത്ത് കുറവാണ്, തിന്മകളൊക്കെ നമ്മുടെ അടുത്ത് വന്നു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞതിൻ്റെ ഒരു ഹക്ക് കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. എലമ്പുല്ലാശ്ശേരി തങ്ങൾ നമ്മുടെ അഡ്മിനെ അയച്ചു തന്നിട്ടുണ്ട് പാട്ട്. പക്ഷേ അത് യൂട്യൂബിലായതുകൊണ്ട് ഒരു പക്ഷേ അത് എന്തായിരിക്കും മ്യൂസിക് ഉള്ളതാകാനാണ് സാധ്യത. നോക്കട്ടെ. തങ്ങളെ അതിൽ മ്യൂസിക് ഉണ്ട്. ഹബീബിങ്ങളെ, അപ്പോൾ നമുക്കൊന്ന് പിരിയാം. നിങ്ങളിപ്പോൾ കേട്ടവരൊക്കെ ഇതിലെന്തെങ്കിലും നന്മ ഖദീജ ബീവിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3 ഷെയർ ഇപ്പോഴാണ് ചെയ്തോളൂ. അത് ഒരാൾ നിങ്ങളോട് ചെയ്യുന്ന വസിയത്താണ്. അത് നമുക്ക് പൈസ കിട്ടുമൊന്നുമില്ല. മോണിറ്റൈസേഷൻ ഓഫാണ്. ഇതിൽ ലൈവ് നടത്തിയോട് നമുക്ക് 5 പൈസ വരുമാനമൊന്നുമില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആൾ കണ്ടുകൊണ്ടൊന്നും ലഭിക്കാൻ പോകുന്നില്ല. യൂട്യൂബിലാണെങ്കിൽ വരുമാനം ഉണ്ടാവും. നമുക്കങ്ങനെ യൂട്യൂബിലുള്ള പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. മറ്റുള്ളവരിൽ എങ്ങനെയും എത്തട്ടെ, പുതിയ ഓഡിയൻസ് വരട്ടെ അല്ലേ. പുതിയ ആളുകൾ നമ്മൾ ഈ മദീനയുടെ സംഘത്തിൽ ചേരട്ടെ. ഈ ബഹളങ്ങൾക്കിടയിൽ വളരെ മൃദുവായി പ്രണയം നിലാവ് പൊഴിയുന്ന രാവിൽ നമ്മളിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കുറേ പേർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ദുആ നടത്താം. നമ്മളങ്ങനെ ലൈവിൽ അങ്ങനെ ദ്വാരക്കുന്നില്ല. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസം അള്ളാഹു തീർത്തു തരട്ടെ. രോഗികളുണ്ട്, അള്ളാഹു ഒക്കെ ശമനം പ്രദാനം ചെയ്യട്ടെ. വീട് പണി നടക്കുന്നവർ വീട് പണി അള്ളാഹു എളുപ്പാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ചീഫ് അഡ്മിൻ 5-8 വർഷങ്ങളായി നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടസ്റ്റ് ചെയ്യുന്നത് ചീഫ് അഡ്മിനായ അന്തു ചന്തോത്ത്. അതിൻ്റെ കീഴിൽ ഒരുപാട് അഡ്മിൻസ് ഉണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പം അവരാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ക്ലാസ്സൊക്കെ നയിക്കുന്നത്.
ചെറുതായിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയൊക്കെ അവരാണ് നോക്കുന്നത്. അപ്പോൾ അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. അവർക്കും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരല്ല, ഇത് ഷെയർ ചെയ്യാനും ഇത് പബ്ലിസിറ്റി കൊടുക്കാനൊക്കെ. നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവരും ആഗ്രഹിക്കുന്നത്. അതിൽ അന്തുവിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാ. അപ്പം അത് ഏപ്രിലോടുകൂടി വീടിരിക്കുന്ന പരിപാടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റാഹത്താകാൻ വേണ്ടി നിങ്ങളെല്ലാം ദ്വാരക്ക് പെട്ടെന്ന് പണിയൊക്കെ അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ, ഒക്കെ സന്തോഷമായി കൊടുക്കട്ടെ. നമ്മുടെ പല അഡ്മിനും ഒരു ജോലി ഇല്ലാത്തവരുണ്ട്, ചിലർ ഗൾഫിലുണ്ട്. ഗൾഫിൽ ഇരുന്നിട്ട് പോലും ഇതിനുമായി ബന്ധപ്പെടുന്ന അനിഷാദ്, നമ്മുടെ ഹിലർ സാഹിബ്, സലീം, അവരൊക്കെ ഗൾഫിലാണ്. നമ്മുടെ ഇളമ്പുലാശ്ശേരി ശിഹാബ് തങ്ങൾ, അബൂ താഹിർ ഫൈസി, ഒവൈസ്, ഷാക്കിർ ഫൈസി, ബഷീർ അലനല്ലൂർ, അവർ പലരും നാട്ടിലാണ്. ഷഹീർ മണലടി, അവരൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ റമദാനിൽ പ്രാർത്ഥിക്കണം. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒറ്റ വാക്കല്ലേ എനിക്ക് ചിലവാകുള്ളൂ. അവരത് അറിയിക്കുന്നില്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സ്വകാര്യ തൊഴിൽ പടച്ചോനെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്നുള്ള പരിപാടി നിയന്ത്രിക്കുന്ന ബഷീർ ഫൈസിയുടെ ഈ അഡ്മിൻസിന് ബർക്കത്ത് കൊടുക്കണേന്ന് ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് പറയാം എല്ലാവരും. നിങ്ങളിൽ നിന്ന് അതെങ്കിലും എനിക്ക് തിരിച്ചു വേണമെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ? എനിക്ക് ദ്വാ ചെയ്യണമെന്ന് ഞങ്ങളോട് പറയുന്നില്ല, കാരണം ആരെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വാരക്കുക. നല്ല ദിവസങ്ങളും രാത്രികളല്ലേ കടന്നു പോകുന്നു. പിന്നെ എനിക്കൊരു നല്ല ഒരു കാര്യത്തിന് നിങ്ങൾ ദ്വാരക്കണം. എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എല്ലാ ദിവസവും ലൈവ് നടത്താൻ എനിക്ക് മനസ്സ് തോന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുക. ഒരു ഹാല് കയറിയാൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വരണ്ടേ, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ഒന്നാമത്തത് റെഫർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ലാസ് നടക്കുന്നുണ്ടാവും. വാട്സപ്പിൽ കുറേ പ്രായം ചെന്നവരുണ്ട്, അപ്പോൾ അവർക്ക് ഈ ഫേസ്ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തുട്ടാ പറയുക, ഇങ്ങനെ ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയും. അപ്പോൾ നമ്മൾ അവിടെ പറയും. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സ് അവിടെ കിട്ടി നടത്താൻ വേണ്ടി നിങ്ങൾ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കും. ജബൽ ഖുബൈസേ, നീ അഹങ്കരിക്കണ്ട. ഇബ്രാഹിം ഖലീലുള്ളാഹിയുടെ വിളി കേൾക്കാൻ നിനക്ക് ഹബീബിങ്ങളെ, നമ്മൾ പഴയൊരു ലൈവിൽ ജബലുന്നൂറിനെ കുറിച്ച് പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജബലുന്നൂറിൽ കളഞ്ഞിട്ടില്ല തൂരിസീന. ജബൽ ഖുബൈസേ, നീ അഹങ്കരിക്കണ്ട. ഇബ്രാഹിം ഖലീലുള്ളാഹിയുടെ വിളി കേൾക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇബ്രാഹിം നബിയുടെയും റൂഹിന്റെ പിതാവായ മുഹമ്മദിനെയാണ് ഞാൻ വഹിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, അവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തിറങ്ങിയപ്പോഴും ഭയവിഹ്വലനായ രണ്ടാമതൊരു ഘട്ടം കൂടി നമ്മൾ ജിബ്രീലിനെ കുറിച്ച് പറയുന്നുണ്ട്. ജിബ്രീൽ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ജിബ്രീലിനെ കുറിച്ച് പറയാതെ പോകുന്നത്. ഇറങ്ങി ഓടുകയാണ് ആ മലപ്പൊത്തിൽ നിന്ന് 4 മൈലുകൾക്കപ്പുറമുള്ള ഖദീജ. ഞാൻ വിചാരിച്ച സംഭവം അല്ല അത്. ഓക്കെ, അള്ളാഹു ഒക്കെ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നല്ല മൂഡ് വരികയാണെങ്കിൽ നാളെ 10:00 ഖദീജ ബിവിയുടെ പരാമർശിക്കപ്പെടാത്ത മറ്റ് സംഭവങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും. ഷെയർ ചെയ്തോന്ന് ഞാൻ നോക്കൂട്ടോ. കമൻ്റൊക്കെ ഞാൻ ലാസ്റ്റ് നോക്കാറുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്തോന്ന് കൂടി നോക്കട്ടെ. നിങ്ങളുടെയൊക്കെ ഐ ഡി ചെക്ക് ചെയ്താൽ മനസ്സിലാവുമല്ലോ. ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടോ? 12 മണിയായി. ആ പുതപ്പിട്ട് മൂട് ഖദീജ ആരത്തുമില്ല പാട്ടില്ലേ, മ്യൂസിക് ഇല്ലാത്തത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ നല്ലതായിരുന്നു. എന്തെങ്കിലും പറയാനില്ലല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും.